والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാൻ കേൾക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. റമദാന് മുമ്പ് നമ്മൾ നിർത്തിവെച്ച ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ സലാസ എന്ന ഗ്രന്ഥത്തിന്റെ പഠനം, അത് നിർത്തിയെടുത്ത് തന്നെ പുനരാരംഭിക്കുക എന്നതാണ് ഈ ദിവസത്തിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ റമദാൻ ആയതുകൊണ്ട് പറയാതെ വിട്ടുപോയ ചില വിഷയങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ നേരത്തെ അവസാനിപ്പിച്ച ഭാഗത്തിന് ശേഷമുള്ള ഭാഗങ്ങൾ നമ്മൾ പഠനം പുനരാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതായത് നമ്മൾ ഉസൂലുൽ സലാസ എന്ന മത്തനിൽ ഒന്നാമത്തെ അസ്ലായ ഒരടിമ അവന്റെ റബ്ബിനെ സംബന്ധിച്ച് അറിയുക എന്നത് പൂർത്തിയായതാണ്. അതിനുശേഷം രണ്ടാമത്തെ അസ്ലായ ഒരടിമ അവന്റെ ദീനിനെ സംബന്ധിച്ച് അറിയുക എന്നുള്ള അസ്ലിൽ നമ്മൾ ദീനിന്റെ 3 മർത്തബകൾ പറഞ്ഞു. ഒന്നാമത്തേത് ഇസ്ലാം, രണ്ടാമത്തേത് ഈമാൻ, മൂന്നാമത്തേത് ഇഹ്സാൻ. ഈ 3 മർത്തബകൾക്കും റുക്നുകളുണ്ട് എന്ന് പറഞ്ഞു. ഇസ്ലാമിന് 5 റുക്നുകൾ, ഈമാനിന് 6, ഇഹ്സാനിന് 1. അത് ഓരോന്നായി വിശദീകരിക്കുകയായിരുന്നു അവസാനം നമ്മൾ ചെയ്തത്. ഇസ്ലാം കാര്യങ്ങളിലെ 5 കാര്യങ്ങൾ. അതിൽ 2 ഷഹാദത്തുകളെ സംബന്ധിച്ച് വിശദമായി വിശദീകരിച്ചു. പിന്നെ മറ്റ് ഈ ഇസ്ലാം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ. വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാം കാര്യങ്ങളിൽ ഈ മറ്റുള്ള നിസ്കാരം, അതുപോലെ തന്നെ സകാത്ത്, നോമ്പ്, ഹജ്ജ്, ഈ കാര്യങ്ങൾ നമുക്കൊക്കെ പലർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടെ അതിൽ നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മ പുതുക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾ തെറ്റി പഠിച്ചിട്ടുള്ള തെറ്റുകൾ തിരുത്തുവാനും ഒക്കെ ആ വിഷയങ്ങളിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് വേഗത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കാം. അതിനുശേഷമായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യുക, ഈമാൻ കാര്യങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് കടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയാതെ വിട്ടുപോയ കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമത് പറയാനുള്ളത് നിസ്കാരത്തെ സംബന്ധിച്ച ഇസ്ലാം കാര്യങ്ങളിലെ രണ്ടാമത്തെ കാര്യമായ ഇഖാമത്തുസ് സ്വലാം, നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. നിസ്കാരം നിലനിർത്തുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിസ്കാരം എങ്ങനെ നിസ്കരിക്കുവാൻ പഠിപ്പിക്കപ്പെട്ടുവോ കൽപ്പിക്കപ്പെട്ടുവോ ആ പ്രകാരം അതിന്റെ സമയത്ത്, ഓരോ നിസ്കാരത്തിനും ഓരോ സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെതായ സമയത്ത് അതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ നിസ്കാരത്തിന് ചില ഷുറൂത്തുകളുണ്ട്, ചില അർക്കാനുകളുണ്ട്, ചില വാജിബാത്തുകളുണ്ട്, അതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് ആ സമയത്ത് ആ പ്രവർത്തനം നിർവഹിക്കുന്നതിനാണ് നിസ്കാരം ഇഖാമത്തുസ് സ്വലാ എന്ന് പറയാം. അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിത്യേന വരുന്ന, ഡെയിലി വരുന്ന ഒരു നിർബന്ധം. മറ്റ് കാര്യങ്ങൾ പോലെ, സകാത്ത് പോലെ അല്ലെങ്കിൽ നോമ്പ് പോലെ എപ്പോഴെങ്കിലും വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു നിർബന്ധമല്ല. അതുപോലെ തന്നെ ഹജ്ജ് പോലെ ആയുസ്സിലൊരിക്കൽ വരുന്ന നിർബന്ധമല്ല. മറിച്ച് നിത്യേന ഡെയിലി ലൈഫിൽ ഓരോ ദിവസവും, ഒരു ദിവസം പോലും ഒഴിവാകുന്നില്ല. പിന്നെയും സ്ത്രീകൾക്കാണ് എന്താവുക, മാസത്തിൽ 6 ദിവസം 7 ദിവസമൊക്കെ അവർക്കാണ് ഈ പീരീഡിന്റെ സമയത്ത്, അത് മെൻസസിന്റെ സമയത്ത്, ഹൈദിന്റെ സമയത്ത് അത് ഒഴിവാകുക. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രായപൂർത്തിയാവുന്ന അന്നു മുതൽ മരിക്കുന്നത് വരേക്കും ഒരു ദിവസം പോലും അവന് നിസ്കാരത്തിൽ നിന്ന് ലീവ് എടുക്കാനുള്ള ദിവസമല്ല. നിസ്കാരം ലീവാവുന്ന ഒരു ദിവസം പോലും അവനില്ല. വേറെ എന്തൊക്കെ അവന് ഒഴിവായി നിന്നാലും മാറി നിന്നാലും അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നിസ്കാരം.
എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ? അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാം. മുസ്ലിമീങ്ങളായ നമുക്കും കാഫിറുകൾക്ക് ഇടയിലുമുള്ള അഹദ്, കരാർ, വ്യത്യാസം എന്നുള്ളത് നിസ്കാരമാണ്. ഫമൻ തറക്കഹ ഫഖദ് കഫർ. ആരാണോ അത് ഒഴിവാക്കിയത്, നിസ്കാരം ഒഴിവാക്കിയാൽ അവനെന്തായി? അവൻ കുഫർ ചെയ്തു, അവൻ കാഫറായി എന്ന് വിശ്വാസം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പല ആളുകളും കരുതുന്ന പോലെ നിസ്കരിക്കുന്നത് എന്തോ വലിയ പുണ്യപ്രവർത്തനമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ മുസ്ലിമാണെന്നുള്ള, അവന്റെ ഇസ്ലാമിനെ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? അവന്റെ 5 നേരത്തെ നിസ്കാരം എന്നുള്ളത്. നിസ്കരിക്കാതിരിക്കുന്നവൻ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, നിസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ ഒരു പങ്കുമില്ല. ലാ ഹബ്ബ ലഹു മിനൽ ഇസ്ലാം എന്ന് പറഞ്ഞു. അപ്പോ ഒരാൾ മുസ്ലിമായിരിക്കാൻ പ്രധാനപ്പെട്ട, അനിവാര്യമായ, അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പ്രവർത്തനമാണ്, ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. ഈ നിസ്കാരം എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരാ. നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരം നിസ്സാസം പറഞ്ഞില്ല, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി കണ്ടോ അതുപോലെ നിസ്കരിക്കാനാണ് പഠിപ്പിച്ചത്. അതുപോലെ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ്: ശുറൂത്തുകൾ, അർക്കാനുകൾ, വാജിബാത്ത്. ഇത് 3ഉം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയായ നിസ്കാരമാണോ എന്ന് ഉറപ്പു പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കും. എന്റെ നിസ്കാരം ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുക എന്നുള്ള കൽപ്പന നിറവേറ്റിയവനാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ ഈ 3 കാര്യങ്ങൾ പഠിക്കാതെ വേറൊരു മാർഗമില്ല. കാരണം ശുറൂത്തുകളിലോ അർക്കാനുകളിലോ വാജിബാത്തുകളിലോ ഏതെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം ശരിയാവുകയില്ല. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട നിസ്കാരത്തിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് എന്ത്? ശുറൂത്തുകളും അർക്കാനുകളും വാജിബാത്തുകളും. ഇത് 3 തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണേ. ശുറൂത്ത് എന്ന് വെച്ചാൽ നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. നിസ്കാരം എന്ന പ്രവർത്തനം അത് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾക്കാണ് എന്ത് പറയാ? ശുറൂത്തുകൾ എന്ന് പറയാം. അതെല്ലാ പ്രവർത്തനങ്ങളും തന്നെ. ശുറൂത്ത് സിയാം, നോമ്പിന്റെ ശുറൂത്ത് എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റികളാണ്. എന്നാൽ അർക്കാനുകൾ എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനത്തിന്റെ ഉള്ളിൽ, നിസ്കാരത്തിന്റെ ഉള്ളിൽ, ആ പ്രവർത്തനത്തിൽ ചില കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾക്കാണ് വാജിബാത്തുകൾ. ഈ വാജിബാത്തുകൾ അർക്കാൻ നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അർക്കാനുകൾ നമ്മൾ മനഃപൂർവ്വം ആയിക്കോട്ടെ, മറന്നിട്ടായിക്കോട്ടെ, വേണമെന്ന് വെച്ചായിക്കോട്ടെ, മറന്നു പോയിട്ടായിക്കോട്ടെ, നമ്മുടെ നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു റുക്കിന് പോയാൽ ആ നിസ്കാരം ശരിയല്ലാതാണ് അർക്കാനുകളിൽ. എന്നാൽ വാജിബാത്തുകളിൽ മറന്നിട്ടാണ് നമ്മുടെ ഒരു വാജിബ് നഷ്ടപ്പെട്ടു വെച്ചാൽ ആ നിസ്കാരം എന്താവൂല, ശരിയല്ലാതാവൂല. എന്ത് ചെയ്താൽ മതി? സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി, മറവിയുടെ സുജൂദ് ചെയ്താൽ മതി. അപ്പോൾ അർക്കാനും വാജിബാത്തും രണ്ടും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും നിസ്കാരത്തിന്റെ ഉള്ളിൽ, നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അർക്കാനുകൾ എങ്ങനെ നഷ്ടപ്പെട്ടാലും, മറന്നിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെ, ഏതെങ്കിലും ഒരു റുക്കിന് നഷ്ടപ്പെട്ടാൽ ആ നിസ്കാരം എന്തായി? ശരിയല്ലാതാവും. ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ മതി. അതേസമയം വാജിബാത്തുകൾ അത് മറന്നിട്ട് നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല, ഓർമ്മ വന്നാൽ ഉടനെ സഹുവിന്റെ സുജൂദ് ചെയ്യുക. എന്നാൽ മനഃപൂർവ്വം വാജിബാത്ത് നഷ്ടപ്പെട്ടാൽ അപ്പോഴെന്താ? മനഃപൂർവ്വം ഏതെങ്കിലും ഒരു വാജിബ് നഷ്ടപ്പെടുത്തിയാൽ അപ്പോഴാണ് നിസ്കാരം ശരിയല്ലാതാവും. പിന്നെ ശുറൂത്ത് നിസ്കാരത്തിന് മുമ്പ് വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് പാലിക്കാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ അർക്കാനുകൾ പാലിച്ചിട്ടും കാര്യമില്ല, വാജിബാത്തുകൾ പാലിച്ചിട്ടൊന്നും കാര്യമില്ല. ശുറൂത്തുകൾ കൃത്യമായിരിക്കും, എന്നിട്ടാണ് നിസ്കാരം ആരംഭിക്കുന്നത്. അപ്പൊ ആ നിസ്കാരം ആരംഭിക്കുമ്പോൾ റുക്കുനുകൾ എല്ലാം കൃത്യമായിരിക്കണം, പിന്നെ വാജിബാത്തുകളും കൃത്യമായിരിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് പിന്നെ സുന്നത്തുകൾ എന്ന് പറയാം, നിസ്കാരത്തിന്റെ സുന്നത്തുകൾ. അത് നമ്മൾക്ക്
നഷ്ടപ്പെട്ടാൽ നിസ്കാരം ശരിയല്ലാതാവൂല. നഷ്ടപ്പെട്ടാൽ ശരിയല്ലാതാവൂല. പക്ഷെ ആ നിസ്കാരത്തിന് നമ്മൾ ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലം വർദ്ധിപ്പിക്കും. എത്രത്തോളം സുന്നത്തുകൾ നിസ്കാരത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കുന്നോ അത്രത്തോളം എന്ത് ചെയ്യും, നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ത് ചെയ്യും, നമുക്ക് വർദ്ധിച്ചു കിട്ടും. പക്ഷെ ആ സുന്നത്തുകൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യില്ല, നിസ്കാരം ശരിയല്ലാതാവൂല. നിസ്കാരം ശരിയല്ലാതാവൂല. ഇത് ഏതൊക്കെയാണ് റുക്ക്, ഷുറൂത്ത്, ഷുറൂത്തുകൾ, ഏതൊക്കെയാണ് അർക്കാനുകൾ, ഏതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം, വേർതിരിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിന്റെ ഷുറൂത്തുകളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്ന ഷർത്ത് എന്താണെന്നറിയോ? ശുദ്ധി ഉണ്ടായിരിക്കണം. ശുദ്ധി ഇല്ലാത്ത നിസ്കാരം എന്ത് ചെയ്യില്ല, സ്വീകരിക്കപ്പെടൂല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത അഹദികും ഇദാ അഹദസ ഹത്താ യതവദ്ദ. ശുദ്ധിയില്ലാത്ത ഒരാളുടെ നിസ്കാരം അവൻ വുളു എടുക്കുന്നവരെ അള്ളാഹു സ്വീകരിക്കുകയില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ ഷർത്തുകൾ, നിസ്കാരത്തിന് മുമ്പ് വേണ്ട ക്വാളിറ്റികളിൽ ഒരു ക്വാളിറ്റിയാണ് എന്ത്, ശുദ്ധി ഉണ്ടായിരിക്കണം. അപ്പൊ ശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന കാര്യങ്ങൾ, അതിന്റെ മലയാളത്തിൽ അശുദ്ധി എന്ന് പറയും. അത് രണ്ട് തരമുണ്ട്, വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധി. ചെറിയ അശുദ്ധിക്ക് എന്ത് മതി, അത് നീക്കം ചെയ്യാൻ വുളു ചെയ്താൽ മതി. എന്നാൽ വലിയ അശുദ്ധി നീക്കം ചെയ്യാൻ എന്ത് ചെയ്യണം, കുളിക്കണം. അപ്പോൾ എപ്പോഴൊക്കെയാണ് വുളു എടുക്കേണ്ട സന്ദർഭങ്ങൾ, എപ്പോഴൊക്കെയാണ് കുളി നിർബന്ധമാകുന്ന സന്ദർഭങ്ങൾ നമുക്ക് പഠിക്കാം. ഇതൊക്കെ നിസ്കാരം ശരിയാവാൻ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരാൾക്ക് കുളി നിർബന്ധമാകുന്ന സന്ദർഭത്തിൽ അവൻ കുളിക്കാതെ വുളു എടുത്ത് നിസ്കരിച്ചാൽ അവന് നിസ്കാരം എന്താവൂല. അവൻ കറക്റ്റായി എല്ലാ കാര്യങ്ങളും പാലിച്ചിട്ടാണ് നിസ്കരിക്കുന്നെങ്കിൽ പോലും അവന് നിസ്കാരം ശരിയാവുകയില്ല. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണെന്ത്, നമ്മുടെ ജീവിതവുമായി പലപ്പോഴും നമ്മുടെ രഹസ്യ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും ഇതിൽ കടന്നു വരുന്നതുകൊണ്ട് പല ആളുകളും എന്ത് ചെയ്യില്ല, ചോദിക്കാൻ ഒരു ധൈര്യം കാണിക്കാറില്ല പല വിഷയങ്ങളും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത്തരം വിഷയങ്ങളിൽ നാണം കരുതാൻ പാടില്ല. പക്ഷെ ലജ്ജ കാണിക്കാൻ പാടില്ല. ലജ്ജ ദീൻ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആ ലജ്ജ തടസ്സാവുന്നുണ്ടെങ്കിൽ അത് ദീൻ പ്രോത്സാഹിപ്പിച്ച ലജ്ജയല്ല. നമുക്കൊരു ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാനോ അല്ലെങ്കിൽ ഒരു വാജിബ് ചെയ്യാനോ നമ്മുടെ നാണം നമുക്ക് തടസ്സാവുന്നുണ്ടെങ്കിൽ അത് നല്ല ദീൻ പഠിപ്പിച്ച എന്ന ലജ്ജയല്ല, ദീൻ പ്രോത്സാഹിപ്പിക്കുന്ന ലജ്ജയല്ല. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ സംശയം ഉണ്ടായിരിക്കെ അത് ചോദിക്കാൻ നമ്മുടെ നാണം നമുക്ക് തടസ്സമാവാൻ പാടില്ല. നാണം നമുക്ക് തടസ്സമാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ എന്താ പറയാ പ്രൈവറ്റായ പല കാര്യങ്ങളും, അത് പല വിഷയങ്ങളും ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് പോലും ചോദിക്കാൻ മടിക്കുന്ന അങ്ങനത്തെ വിഷയങ്ങൾ പോലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാറുണ്ട്. ആ സദസ്സിൽ സ്ത്രീകൾ, സ്വഹാബി വനിതകളിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങളായിരിക്കും എന്ത് ചെയ്യുക, അവർക്ക് ആർക്കും മടി കാരണം ചോദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പല സ്ത്രീകളും വന്ന് ചോദിക്കുകയും ഇവർക്കൊക്കെ ആ വിഷയത്തിൽ ഇൽമു കിട്ടുകയും ചെയ്യാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പുകഴ്ത്തി പറയാറുണ്ട്, റഹിമല്ലാഹു നിസാ അൽ അൻസാർ, അൻസാരി വനിതകളെ അള്ളാഹു എന്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു അവർക്ക് കരുണ ചെയ്യട്ടെ. അവരെന്ത് ചെയ്തില്ല, ഹയാ അവരെ ഇൽമ് അന്വേഷിക്കുന്നതിൽ നിന്ന് തടഞ്ഞില്ല എന്നത് വളരെ നല്ലൊരു ഗുണമാണ്. ഇൽമ് പഠിക്കുന്നതിൽ ലജ്ജ കാണിക്കാതിരിക്കുക എന്നുള്ളത് നല്ല ഗുണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.
നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഈ ഇത്തരം പറഞ്ഞു വന്നത് ഈ വിഷയങ്ങൾ, അങ്ങനെയുള്ള പല വിഷയങ്ങൾ ഇതിൽ കടന്നു വരുന്നുണ്ട്. പുരുഷന്മാരെ ബന്ധപ്പെട്ടാണെങ്കിലും സ്ത്രീകളെ ബന്ധപ്പെട്ടതാണെങ്കിലൊക്കെ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും കടന്നു വരുന്നത്, അത് നമ്മൾക്ക് എന്ത് ചെയ്യരുത്, ഈ വിഷയം പഠിക്കുന്നതിന് തടസ്സമാകരുതെന്ന് ചുരുക്കം. ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, വുദൂഇന് ചില നിബന്ധനകളുണ്ട്. നിസ്കാരത്തിന് നമ്മൾ ശുറൂത്തുകളുണ്ടെന്ന് പറഞ്ഞതുപോലെ വുദൂഇന് ചില ഷർത്തുകളുണ്ട്. അതിൽ എല്ലാവർക്കും അറിയുന്ന ചില ഷർത്തുകളാണ് മുസ്ലിം ആയിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കാം, ഭ്രാന്തനല്ലാതിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ എന്താ പറയാ, വകതിരിവ് എന്ന് വെച്ചാല് തമീസ് എന്നാ പറയാ അറബിയിൽ. കുട്ടികൾക്ക് കാര്യങ്ങൾ അതിൻ്റെതായ ഗൗരവത്തിൽ വകതിരിച്ച് ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു പ്രായം. 7 വയസ്സെന്നൊക്കെ പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിലെത്തുന്ന വെച്ചാൽ നമ്മൾക്ക് ഏതൊരു വ്യക്തിക്കും ഒരു കാര്യം നിർബന്ധമാകണമെങ്കിൽ അവൻ സ്ഥിരബുദ്ധിയുള്ളവനും അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രായത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും. എന്നുവെച്ചാൽ തന്നെ ചെറിയ കുട്ടിക്ക് എന്തല്ല, ഒരു വിഷയങ്ങളും ഒരു കാര്യവും ദീനിൽ ബാധകമല്ല, നിർബന്ധമല്ല. മാതാപിതാക്കൾ ചെയ്ത് ശീലിപ്പിക്കണം, പറഞ്ഞ് കൽപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന വേറെ വിഷയം. പക്ഷെ അവർക്കെന്തല്ല, ആ പ്രായത്തിൽ അത് നിർബന്ധമല്ല. അതുപോലെ തന്നെ സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് അതെന്താവൂല, ഒരു കാര്യവും അവന് നിർബന്ധമല്ല, അവനൊന്നും ദീനിന്റെ കാര്യങ്ങൾ പാലിക്കേണ്ടതില്ല. അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്തൊരു വ്യക്തി ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അതവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ നീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്നത് ഇത് വുദൂ എന്നുള്ള പ്രവർത്തനമാണ്. ഇത് ഞാൻ എൻ്റെ ചെറിയ അശുദ്ധി നീക്കം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ അടുത്ത നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി, അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് എന്നുള്ള ആ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഒരാള് മേലൊക്കെ അഴുക്കായിട്ട് എന്ത് ചെയ്യണം, വീട്ടിലേക്ക് വരിക. വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം, വുദൂ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വുദൂവിന്റെ അവയവങ്ങളൊക്കെ എന്ത് ചെയ്യണം, അയാൾ കൈ കഴുകി അല്ലെങ്കിൽ കാല് കഴുകി പിന്നെ മുഖം കഴുകി ഇങ്ങനെയൊക്കെ ചെയ്യാം. അയാൾക്ക് ആ മുഖവും കൈയും കാലൊക്കെ കഴുകുന്ന സമയത്ത് വുദൂ എടുക്കുകയാണെന്നുള്ള നിയ്യത്തില്ല, അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇത് ഞാൻ ചെയ്യുന്ന വുദൂവാണെന്നോ അല്ലെങ്കിൽ എനിക്ക് നിസ്കരിക്കാനുണ്ടെന്നോ ഇതൊന്നും ആ സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മയില്ല. വന്ന് മേലൊക്കെ അഴുക്കുണ്ടായിരുന്നു, അതൊക്കെ കഴുകിക്കളഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നീട് ആ കഴുകലും കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. കാരണം ഉണ്ടായിട്ടില്ല, വുദൂവിന്റെ അവയവങ്ങളെല്ലാം നനഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് വുദൂ ആയിട്ടില്ല. കാരണം എന്താ, നിയ്യത്ത് ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വുദൂ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ. അത് അവസാനിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ എന്തെങ്കിലും വുദൂ ചെയ്യാൻ ആരംഭിക്കേണ്ടത്. വുദൂ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നുണ്ട്. ഉദാഹരണത്തിന് എന്ത് ചെയ്യാം, കീഴ്വായു പോകുന്നത് ഒരു വിഷയം, ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറയാം. അപ്പൊ ഈ ഗ്യാസ് പോയി അവസാനിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇപ്പോ വുദൂ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്ത് ചെയ്യണം, കീഴ്വായു വരികയാണെങ്കിൽ ആ വുദൂ എടുക്കാൻ എന്താവൂല, ശരിയാവൂല. മറിച്ച് അതെല്ലാം അവസാനിച്ചതിന് ശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വുദൂ എടുക്കാൻ ആരംഭിക്കേണ്ടത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു നിബന്ധനയാണെന്ത്, നമ്മൾ വുദൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളം നമ്മുടെ തൊലിപ്പുറത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ തൊലിയിലേക്ക് വെള്ളം എത്തുന്നതിന് തടസ്സമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ
നമ്മുടെ തൊലിപ്പുറത്തുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള നിർബന്ധമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചില നെയിൽ പോളിഷുകൾ അല്ലെങ്കിൽ ചില മെഹന്തികളൊക്കെ അത് ചിലത് സാധാരണ നാച്ചുറലാണ്. അതെന്ത് ചെയ്യും, വെള്ളം കലരുന്നതും തൊലിപ്പുറത്തേക്ക് എത്തുന്നതൊക്കെ ആയ സാധാരണ ഇതുണ്ട്. അതല്ലാത്ത കെമിക്കൽ അടങ്ങിയതുണ്ട്. കെമിക്കൽ അടങ്ങിയ അങ്ങനെയുള്ള അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, വെള്ളത്തെ തൊലിപ്പുറത്തേക്ക് എത്തിക്കില്ല. വെള്ളത്തെ തൊലിപ്പുറത്തേക്ക് എത്തിക്കില്ല. അതുപോലെ തന്നെ ചില മഷികൾ, പെയിന്റുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും, വെള്ളം തൊലിപ്പുറത്തെത്തുന്നതിനെ തടയും. അപ്പൊ നമ്മുടെ വുളൂവിന്റെ ഭാഗത്താണ് ഇങ്ങനെ വെള്ളം തടയുന്ന ഒരു വിഷയമുള്ളതെങ്കിൽ അവിടെ നമ്മൾ കഴുകിയാലും എന്ത് ചെയ്യുന്നില്ല, വെള്ളം തൊലിപ്പുറത്തേക്ക് എത്തുന്നില്ല. അപ്പൊ എന്താവൂല, വുളൂ ശരിയാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയാ, നമ്മള് മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മലമൂത്ര വിസർജനത്തിന് ശേഷം എന്ത് ചെയ്യേണ്ടതുണ്ട്, കല്ലോ വെള്ളോ എന്തെങ്കിലും നമ്മൾ ഇന്നൊക്കെയാണ് ടിഷ്യൂ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ അത്തരം വിസർജ്യങ്ങൾ പുറത്തു വന്ന സ്ഥലങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വൃത്തിയാക്കേണ്ടതുണ്ട്. അതിനൊക്കെ ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, വുളു എടുക്കാൻ തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, ഈ അശുദ്ധി നീങ്ങാത്ത ആളുകളുണ്ടാവും. ഇപ്പോൾ അങ്ങേയറ്റ് നല്ലോണം വയസ്സുള്ള ചില ആളുകൾക്ക് മൂത്രം വാർന്നു പോകുന്ന ആളുകളുണ്ട്. അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ മൂത്രം വന്നുകൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് എന്ത് ചെയ്യാം, ശരീരത്തിലോ മറ്റു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തൊന്നും ആകാത്ത രൂപത്തിൽ പരമാവധി പറ്റുന്നതിന് മാക്സിമം ആകാതെ എന്തെങ്കിലും എന്ത് ചെയ്യുക, അതിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യാം. അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്തിട്ട് ഇവര് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത്, ഇപ്പോ നിസ്കരിക്കാൻ പോവാണ്, ഇശാ നിസ്കരിക്കാൻ പോവാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുക, വുളു എടുക്കുക, എന്നിട്ട് നിസ്കരിക്കുക. ആ വുളു എടുത്തിട്ട് ശേഷം മൂത്രം പോകുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യേണ്ടതില്ല, അവര് കാര്യമാക്കേണ്ടതില്ല. കാരണം അവർക്ക് രോഗമുണ്ട്, പ്രയാസമുണ്ട്, അവർക്കതിന്റെ ഇളവുണ്ട്, അവർക്കതിന്റെ ഇളവ് ദീനിലുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഓരോ നിസ്കാരത്തിനും എന്ത് ചെയ്യണം, അവര് വുളു എടുക്കണം. നമുക്ക് സംബന്ധിച്ചിടത്തോളം ആരുവിന് വുളു എടുത്തു കഴിഞ്ഞാൽ ഇശാ ആകുമ്പോൾ വുളു ഉണ്ടെങ്കിൽ മുറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ വുളു കൊണ്ട് തന്നെ നിസ്കരിക്കാം. പക്ഷെ അവർക്ക് ഓരോ നിസ്കാരത്തിനും എന്ത് ചെയ്യേണ്ടതുണ്ട്, വുളു എടുക്കേണ്ടതുണ്ട്. ഇത് വുളുവിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ വുളുവിൽ നിർബന്ധമായും നമ്മൾ കഴുകേണ്ട അവയവങ്ങളിൽ ഒന്നാമത്തെ എന്താ, മുഖമാണ്. മുഖം എന്ന് പറയുമ്പോൾ മുഖത്തിൽ പെടുന്നതാണെന്ത്, മൂക്കും വായും. മുഖത്തിൽ പെടുന്നതാണെന്ത്, മൂക്കും വായും. മുഖം എന്ന് പറയുമ്പോൾ മുഖം കഴുകൽ നിർബന്ധമാണെന്ന് പറയുമ്പോൾ അതിലെന്ത് പെടും, മൂക്കും വായും കഴുകൽ നിർബന്ധമാണ് എന്നുള്ളത് പെടും. കാരണം മൂക്കും വായും മുഖത്തിൽ പെടുന്നതാണ്. രണ്ടാമത്തേത് രണ്ട് കൈകളാണ്. വുളുവിൽ നിർബന്ധമായും കഴുകേണ്ടത് രണ്ട് കൈകളാണ്. നോട്ടുള്ളവരൊക്കെ എഴുതിക്കോട്ടോ. രണ്ടാമത്തെ നിർബന്ധം എന്നുള്ളത് രണ്ട് കൈകളാണ്. അത് മുട്ട് വരെ, കൈ വിരലുകളുടെ അറ്റം മുതൽ കൈ മുട്ട് ഉൾപ്പെടെ. പറയാൻ വിട്ടുപോയി. മുഖം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മുഖത്തിന്റെ ബൗണ്ടറി അത് മുഴുവനും എന്ത് ചെയ്യണം, നനയൽ നിർബന്ധമാണ്. മുഖം കഴുകൽ നിർബന്ധമാണെന്ന് പറയുമ്പോൾ മുഖം എന്ന് പറയുന്നതിന്റെ ബൗണ്ടറിക്ക് ഉള്ളിലുള്ളതെല്ലാം കഴുകിയിരിക്കണം. എന്താണ് മുഖത്തിന്റെ ബൗണ്ടറി? ഏതാ? വീതി എളുപ്പമാണ്, ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ. നീളമാണെങ്കിൽ സാധാരണഗതിയിൽ ഒരാൾക്ക്
കഷണ്ടിയൊന്നും അല്ലാത്ത ഒരാൾക്ക് മുടി മുളയ്ക്കുന്ന ആ നെറ്റിക്ക് തൊട്ട് മുകളിലുള്ള ആ സ്ഥലം മുതൽ ഇവിടം വരെയല്ല, ഇവിടം വരെയല്ല, ഇതുവരെ. ഏതുവരെ? നമ്മുടെ താടിയിൽ കഴുത്തുമായി ജോയിന്റ് ആവുന്ന ഇതുവരെ. അപ്പോ ഇവിടന്ന് ഇവിടം വരേക്കും, ഇവിടന്ന് ഇവിടം വരേക്കും, ഇതിനുള്ളിലുള്ളതെല്ലാം മുഖമാണ്. നമ്മൾ പലപ്പോഴും മുഖം കഴുകുമ്പോൾ ഇങ്ങനെ കഴുകുക, ഇവിടെ നനയുള്ളൂ, ഇവിടെ നനയില്ല, ഈ ഭാഗം നനയില്ല. അതെന്തല്ല, ശരിയായ രൂപമല്ല. മുഖം മുഴുവൻ കഴുകിയിട്ടില്ല. അപ്പോ ഈ ബൗണ്ടറി മൊത്തം എന്ത് ചെയ്യണം? നനയണം. ഈ ബൗണ്ടറിക്കുള്ളിൽ താടി വരുന്നുണ്ടെങ്കിലോ, കട്ടിയായ നല്ല തൊലിപ്പുറം കാണാത്ത താടിയാണെങ്കിൽ താടിക്ക് മുകളിലൂടെ എന്ത് ചെയ്താൽ മതി? കഴുകിയാൽ മതി. മുഖം നോക്കുമ്പോൾ താടി രോമങ്ങൾക്കിടയിലൂടെ തൊലി കാണുന്നില്ലാത്ത താടിയാണെങ്കിൽ, വളരെ നേർത്ത താടിയാണെങ്കിൽ, താടി അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? മുകളിലൂടെ കഴുകിയാൽ മതി. അങ്ങനെ നേർത്ത താടി ആണെങ്കിലോ ആ താടി രോമങ്ങൾക്കിടയിലുള്ള വെള്ളം കടത്തൽ എന്താ? സുന്നത്താണ്. ആ താടി രോമങ്ങൾക്കിടയിലുള്ള വെള്ളം കടത്തൽ സുന്നത്താണ്. അതേസമയം തീരെ ഇങ്ങനെ താടിക്കിടയിലൂടെ തൊലിപ്പുറം കാണാത്ത താടിയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല? അങ്ങനെ ചെയ്യേണ്ടതില്ല. പക്ഷെ സുന്നത്ത് തന്നെയാണ്. പക്ഷെ ഈ നേർത്ത താടി രോമങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്കത് എന്ത് ചെയ്യണം? അതിനിടയിലൂടെ വെള്ളം കടത്തി കൊടുക്കണം. എന്താവും? നിർബന്ധം. ശ്രദ്ധിക്കണേ, പറഞ്ഞു മാറിപ്പോയി. നേർത്ത താടി രോമങ്ങൾ, അതായത് തൊലിപ്പുറം കാണുന്ന തരത്തിലുള്ള താടി രോമങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് താടി രോമങ്ങൾക്കിടയിലുള്ള വെള്ളം ഇങ്ങനെ കടത്തി കൊടുക്കൽ എന്താവും? നിർബന്ധം. അതേസമയം കട്ടിയുള്ള താടി രോമങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് അതെന്ത്? സുന്നത്തേ ആവുള്ളൂ. അവർക്കത് സുന്നത്തേ ആവുള്ളൂ. പിന്നെ കൈയിന്റെ വിഷയം വിരലിനറ്റം മുതൽ മുട്ടുൾപ്പെടെ എന്ന് പറയുമ്പോൾ മുട്ടിന്റെ അറ്റം ഇവിടെ മാത്രം നന്നാ പോരാ, മുട്ട് മുഴുവനായിട്ട് എന്ത് ചെയ്യണം? നനയണം. മുട്ട് മുഴുവനായിട്ടും നനയണം. പിന്നെ മൂന്നാമത്തെ നിർബന്ധം വുളൂഇന്റെ തല മുഴുവൻ തടവുക എന്നുള്ളതാണ്. തല തടവല്. തലയിൽപ്പെട്ടതാണ് എന്ത്? 2 ചെവികൾ. തലയിൽപ്പെടുന്നതാണ് 2 ചെവികൾ. തല തടവുക എന്ന് പറയുമ്പോൾ അതിൽ ചെവി തടവലും ഉൾപ്പെടും. പിന്നെ നാലാമത്തെ നിർബന്ധമാണ് കാലുകൾ കഴുകാം. കാല് 2 നെരിയാണി ഉൾപ്പെടെ കഴുകണം. കൈ നമ്മൾ മുട്ടുൾപ്പെടെ കഴുകണം എന്ന് പറഞ്ഞതുപോലെ 2 കാലുകളും നെരിയാണികൾ ഉൾപ്പെടെ. നെരിയാണി എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്, 2 സൈഡിലുണ്ട് ഓരോ എല്ല്. അത് 2ഉം ഉൾപ്പെടെ. പക്ഷെ അതും നനയണം. അതിന് താഴേക്കുള്ള മുഴുവൻ വിരൽ വരെയുള്ള എല്ലാം നനയണം. നാല് നിർബന്ധങ്ങളായി. അഞ്ചാമത്തെ നിർബന്ധം ഉള്ളത് തർത്തീബാണ്, ക്രമം. ഈ ഓർഡറിൽ തന്നെ കഴുകണം. ഈ ഓർഡറിൽ തന്നെ ആദ്യം മുഖത്തിന്റെ ആദ്യം നമ്മൾ മൂക്കും വായും കഴുകും, പിന്നെ ബാക്കി മുഖം കഴുകും, പിന്നെ കൈ കഴുകും, പിന്നെ തല തടവി, ചെവി തടവി, പിന്നെ കാല്. ആ അതേ ക്രമത്തിൽ തന്നെ എന്ത് ചെയ്യണം. ക്രമം തെറ്റിയാൽ വുളു ശരിയാവൂല. ആറാമത്തെ നിർബന്ധമാണ് മുവാലാത്ത് എന്ന് പറയാം. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ തുടർച്ചയുണ്ടാവും. തുടർച്ച എന്ന് പറഞ്ഞാല് മുഖം കഴുകി കുറെ കഴിഞ്ഞ് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാവരുത് എന്ത് ചെയ്യുന്നത്, കൈ കഴുകുന്നത്. കൈ കഴുകി ഒരുപാട് നേരം കഴിഞ്ഞിട്ടാവരുത് തല തടവേണ്ടത്. ഇത് ഉടനെ തന്നെ എന്ത് ചെയ്യണം, മുഖം കഴുകി ഉടനെ തന്നെ, കൈ കഴുകി ഉടനെ തന്നെ
ചെറിയൊരു ഗ്യാപ്പ് എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് വന്നു പോയാൽ അത് പ്രശ്നമില്ല. അതേസമയം വലിയ ഗ്യാപ്പ് ഉണ്ടാവുക എന്നുള്ളത് എന്ത് ചെയ്യില്ല, അത് വുളൂവിനെ ശരിയല്ലാതാക്കും. ഈ ഒരു തുടർച്ച ഉണ്ടാവണം. പല ആളുകളും നാട്ടിലേക്ക് കണ്ടിട്ടുണ്ട്. അവർ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ പിന്നെ കാല് കഴുകാണ്ട് പള്ളിയിൽ കയറ്റൂലാത്തൊരു പള്ളികളാണ് മിക്ക പള്ളികളും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് ഒന്നു കൊടുക്കുന്ന ആളുകൾ വീട്ടിൽ നിന്നൊക്കെ എല്ലാം ഒതുവൊക്കെ എടുത്ത് കാല് കഴുകാതെ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് എന്തായാലും കഴുകിയാലും അവിടെ പോയാൽ കഴുകണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കാല് കഴുകാതെ പള്ളിയിൽ പോകും. പള്ളിയിൽ എത്തിയിട്ട് എന്ത് ചെയ്യും, കാല് കഴുകും. അങ്ങനെ കഴുകിയാൽ ഒതു ശരിയാവില്ല. തുടർച്ച വേണം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മളെന്ത് ചെയ്യും, ഈ മലമൂത്ര വിസർജനം എന്തെങ്കിലും കഴിഞ്ഞു വരുന്ന ഒരാളാണെങ്കിൽ അത് വൃത്തിയാക്കി തുടങ്ങും. അത് കല്ലുപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ നജസിനെ നീക്കം ചെയ്യുന്ന എന്താണെങ്കിലും മതി. അത് ഉപയോഗിച്ച് അത് ആ ഭാഗം വൃത്തിയാക്കി അതിനുശേഷം വുളു ചെയ്യാൻ എന്ത് ചെയ്യും, ആരംഭിക്കും. അപ്പോൾ വുളു ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബിസ്മി ചൊല്ലി. നിയ്യത്ത് നമുക്കുണ്ടാവും. കാരണം നമ്മൾ വുളു എടുക്കുകയാണെന്നുള്ള ബോധം, ആ ബോധം തന്നെയാണ് എന്ത് നിയ്യത്ത് എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും പ്രത്യേക ഒരു രൂപത്തിൽ മനസ്സിൽ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ചൊല്ലി പറയലൊക്കെ വിദേശമാണ്. സോ വുളു ചെയ്യുമ്പോൾ നമുക്ക് ചൊല്ലാനുള്ള എന്ത് മാത്രമേ ഉള്ളൂ, ബിസ്മി ചൊല്ലാന്നുള്ളത്. ബിസ്മി ചൊല്ലി തുടങ്ങാം. അപ്പോൾ ഈ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം കൈപ്പത്തികൾ രണ്ടും കഴുകുക എന്നുള്ളത് 3 പ്രാവശ്യം. കൈപ്പത്തി മാത്രം അത് രണ്ടും കഴുകുക എന്നുള്ളത് സുന്നത്താണ്. അത് ചില പണ്ഡിതന്മാർ പറയുന്നത് ഉറങ്ങി എഴുന്നേൽക്കും മാത്രമേ സുന്നത്തുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്തായാലും അത് നിർബന്ധമില്ലാത്തൊരു കാര്യം. ആദ്യമുള്ള കൈപ്പത്തി കഴുകൽ അത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സുന്നത്താണെന്നുള്ളത് തർക്കമൊന്നുമില്ല. രാത്രി ഒരാൾ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഈ 2 കൈപ്പത്തികൾ കഴുകൽ സുന്നത്താണെന്നുള്ളതിൽ എന്തില്ല, തർക്കമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, മൂക്കും വായും കഴുകലാണ്. മൂക്കും വായും കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, ഒരു കൈപ്പത്തിയിൽ വെള്ളം എടുത്ത് ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മൂക്കിലേക്കും വായിലേക്കും രണ്ടിലേക്കും എന്ത് ചെയ്യുന്നത്, വെള്ളം കയറ്റുന്നത്. ഒരൊറ്റ കോരൽ വെള്ളത്തിൽ നിന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, എത്രത്തോളം നമുക്ക് ഉള്ളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ, മൂക്കിന്റെ ഏറ്റവും അറ്റത്തേക്ക് എത്തിക്കാൻ സാധിക്കുമോ, വായുടെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാൻ സാധിക്കും, അത്രത്തോളം എന്ത് ചെയ്യണം, നമ്മൾ എത്തിക്കാൻ ശ്രമിക്കണം. എപ്പോഴല്ലാതെ നോമ്പുകാരനല്ലാത്ത സന്ദർഭം. നോമ്പുകാരന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, കയറ്റി ചീറ്റി കളഞ്ഞാൽ മതി. കൊപ്പിളിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, കുലുക്കുഴിയാന്ന് പറയും, അങ്ങനെ ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷെ ബാക്കിയുള്ള ആള്, നോമ്പുകാരനല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, അത് എത്ര മാക്സിമം എത്തിക്കാൻ സാധിക്കും അത്രത്തോളം എന്ത് ചെയ്യണം, അതെത്തിക്കണം, മൂക്കിലേക്കും വായിലേക്കും. അത് സുന്നത്താണ്. പരമാവധി എത്തിക്കാൻ ശ്രമിക്കുന്നതിന് പരമാവധി എത്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. പിന്നെ മുഖം കഴുകലാണ്. മുഖം കഴുകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ പരിധികളൊക്കെ നമ്മൾ ബൗണ്ടറിയൊക്കെ നേരത്തെ പറഞ്ഞു. ആ ബൗണ്ടറി മൊത്തം എന്ത് ചെയ്യണം, നനയണം. ആ ബൗണ്ടറി മൊത്തം നനയുമ്പോഴാണ് ഒരു പ്രാവശ്യം കഴുകിയെന്ന് പറയും. അതിനുശേഷം കൈ കഴുകുക. കൈ കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ കൈപ്പത്തി കഴുകിയെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, പലരും കൈ കഴുകുമ്പോൾ പിന്നെ ഇവിടെ നിന്നാ കഴുകുക. ശ്രദ്ധിക്കണം, നേരത്തെ കൈപ്പത്തി കഴുകിയിട്ടുണ്ടല്ലോ, പിന്നെ അത് പോലെ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യും, പലരും കൈ കഴുകുമ്പോൾ അത് നനയാത്ത ഭാഗം ഇതാണ് വരിക, ഈ ഭാഗം നനയൂല. കൈപ്പത്തിന്റെ പുറംവശം വെള്ളം എടുത്ത് ഇങ്ങനെ കഴുകും. ഇവിടെ നിന്ന് ഇവിടേക്ക് നനയും, ഈ കൈപ്പത്തിന്റെ ഉൾഭാഗവും നനയും, പുറം ഭാഗം നനയൂല.
ശ്രദ്ധിക്കണം, ഗൗരവമുള്ള വിഷയം. കൈ എന്ന് പറയുമ്പോൾ വിരലിന്റെ അറ്റം മുതൽ മുട്ട് ഉൾപ്പെടെ കഴുകണം. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, മുട്ട് ഇങ്ങനെ കയറ്റിട്ട് ഇത്ര കയറ്റിട്ട് ഒതു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്ത് ചെയ്യില്ല, മുട്ട് പൂർണ്ണമായി നനയൂല. മുട്ട് കൊള്ളടുത്ത് ഇങ്ങനെ കഴുകുമ്പോൾ മുട്ട് നനയും, പക്ഷെ മുട്ടിന്റെ ഒരു അറ്റേ നനയുന്നുള്ളൂ. മുട്ട് ശരിക്കും പൂർണ്ണമായി നനയണം. മുട്ട് പൂർണ്ണമായും നനയണം. അപ്പൊ അതിനെന്ത് ചെയ്യണം, കുറച്ചുകൂടി കയറ്റണം. കുറച്ചുകൂടി കയറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒതു കൊടുക്കാൻ. അപ്പൊ ആദ്യം വലത് കൈ കഴുകുക, പിന്നെ ഇടത് കൈ കഴുകുക. ഇതൊക്കെ എന്താണ്, അതൊക്കെ സുന്നത്താണ്. പിന്നെ തല തടവുമ്പോ ഒരു പ്രാവശ്യമാണ് തല തടവല് ഒരൊറ്റ പ്രാവശ്യം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മുഖത്തിന്റെ ബൗണ്ടറി അവസാനിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ, മുടി സാധാരണഗതിയിൽ അവസാനിക്കുന്ന സ്ഥലം വരെ, അവിടെ നിന്ന് വീണ്ടും തുടങ്ങിയിടത്തേക്ക്. അപ്പൊ ഒന്ന് അങ്ങോട്ട് പോയി തിരിച്ചൊന്ന് വരാം. ഇതാണ് മുഖം തടവുന്നതിന്റെ സുന്നത്തായ രൂപം. തല തടവുന്നതിന്റെ സുന്നത്തായ രൂപം. എവിടെ നിന്നാണോ ഈ മുടി സാധാരണഗതിയിൽ ആരംഭിക്കുക, ആ ഭാഗം മുതൽ, മുഖത്തിന്റെ ബൗണ്ടറി തീരുന്ന അവിടെ മുതൽ സാധാരണഗതിയിൽ മുടി കഴുത്തിന്റെ ആ പിരടിയുടെ ആ ഭാഗത്ത് വെച്ച് അവസാനിക്കുന്ന അതുവരെ, അവിടം വരെ പോയി. എന്നുവെച്ചാൽ ഇങ്ങനെ, അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. കൈ ഇങ്ങനെ എല്ലാ വിരലും വെച്ച് ഇങ്ങനെ തടവാം, അല്ലെങ്കിൽ വിരല് വെച്ച് തടവാം. വെള്ളം എന്ത് ചെയ്താൽ മതി, തടവലിലൂടെ എല്ലാവിടേക്കും എത്തിയാൽ മതി. എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, തടവാം. പൂർണ്ണമായിട്ട് തടവാന്നുള്ള സുന്നത്താണ്. ഒരു തവണയാണ് ഇതിന് ഒരു തവണ എന്ന് പറയാം. ഒന്ന് ബാക്കിലോട്ട് പോയി ഫ്രണ്ടിലോട്ട് തിരിച്ചു വരുന്നതിന് ഒരു തവണ എന്ത് ചെയ്യാം പറയാം. ഒരു തവണയാണ് എന്ത് ചെയ്യുന്നത്, തല തടവേണ്ടത്. അതിനുശേഷം ചെവി. നമ്മൾ പറഞ്ഞു തലയിൽ പെട്ടതാണ് എന്തോ ചെവി എന്ത് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ തല എങ്ങനെ തടവുന്നത് അതുപോലെ തന്നെ നേരത്തെ എന്ത് ചെയ്യാം, താഴോട്ട് പോവുക, മേലോട്ട് വരും. തല തടവുന്ന പോലെ തന്നെ ഉള്ളിലൊരു വിരല് വെക്കുക, എന്നിട്ട് ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടും. പിന്നെ രണ്ട് കാലുകൾ അതുപോലെ തന്നെ രണ്ട് നെരിയാണി, അത് നനയണം. രണ്ട് നെരിയാണികളും പൂർണ്ണമായി നനയണം. അങ്ങനെ നനഞ്ഞ് അതിന് താഴേക്ക് വിരലുകൾ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും. ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, കാലില് ഒരു വിഷയം എന്താ വെച്ചാൽ, കൈവിരലുകൾ പോലെയല്ല കാലില് വിരലുകൾ. കൈവിരലുകൾ എപ്പോഴും നമ്മൾ വിടർത്തിയിട്ടും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട്, വലിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് വെള്ളം ഇതിനുള്ളിലേക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഇറങ്ങും. കാപ്പി വേണോ? കാപ്പി കുടിച്ചോ? പക്ഷെ കാലിന്റെ വിരലുകൾ അങ്ങനെയല്ല. പലപ്പോഴും പല ആളുകളുടെയും കാലിന്റെ വിരലുകൾ വളരെ ഗ്യാപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കാല് കഴുകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു വിരൽ ഉപയോഗിച്ച് അതിന്റെ ഉള്ളിലേക്ക് വെള്ളം പോകാൻ വേണ്ടി വിരല് ഇട്ട് കൊടുക്കുന്ന എന്താ, അത് സുന്നത്താണ്. അപ്പൊ ആദ്യം വലത്തേക്കാല്, പിന്നെ ഇടത്തേക്കാല്. ഇതിലൊക്കെ ഒരു തവണ നമുക്ക് കഴുകാം, 2 തവണ കഴുകാം, 3 തവണ, എല്ലാം. മുഖമാണെങ്കിലും മൂക്കും കൊപ്പിക്കലാണെങ്കിലും മൂക്ക് ചീറ്റി കളയലാണെങ്കിലും അതുപോലെ തന്നെ കൈ കഴുകലാണ്. ഇങ്ങനെ എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം, 1 തവണ ചെയ്യാം, 2 തവണ ചെയ്യാം, 3 തവണ. തല 1 തവണ. അതിനുശേഷം വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥന, വുളൂവിന് ശേഷമുള്ള ദിക്ർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഈ ദിക്റിന്റെ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചിരുന്നത് എന്താ, ഒരാൾ ഞാൻ ഉളു എടുത്തതുപോലെ ഉളു എടുക്കുകയും ഇങ്ങനെ ചൊല്ലുകയും ചെയ്താൽ അവൻ എന്ത് ചെയ്യും, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് പഠിപ്പിച്ചത്. അത്രയും ശ്രേഷ്ഠതയുള്ളൊരു ദിക്റാണ്. നമ്മൾ എപ്പോഴും ചൊല്ലാൻ മറന്നു പോകുന്ന ഒരു ദിക്റാണ്. ചില റിവായത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂടെ
അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന് വന്നിട്ടുണ്ട്. അത് പല പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ സ്വഹീഹാക്കിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം വുളു നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. വുളു നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് 4 വുളു നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ 4. വുളുവിന്റെ നിർബന്ധങ്ങൾ എത്ര പറഞ്ഞത്? 6. വുളു നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ 4. അതിൽ ഒന്നാമത്തേത് എന്താ പറയാ, 2 ദ്വാരങ്ങൾ, ശരീരത്തിൽ മാലിന്യങ്ങൾ പുറന്തള്ളാനുള്ള 2 ദ്വാരങ്ങൾ, മുൻപിലും പിൻപിലും. അത് രണ്ടിലൂടെയും എന്ത് പുറത്തു വന്നാൽ എന്താവും? വുളു നഷ്ടപ്പെടും. രണ്ടിലൂടെയും എന്ത് പുറത്തു വന്നാലും വുളു അതുകൊണ്ട് നഷ്ടപ്പെടും. അത് പുറത്തു വന്നതുകൊണ്ട് വുളു നഷ്ടമാകും. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ബുദ്ധി നീങ്ങി പോവുക എന്നുള്ളതാണ്. ബുദ്ധി നീങ്ങുക പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭ്രാന്ത് സംഭവിച്ചാൽ ബുദ്ധി നീങ്ങും. അതുപോലെ തന്നെ ലഹരി ബാധിച്ചാൽ എന്ത് ചെയ്യും? ബുദ്ധി നീങ്ങും. ഉറങ്ങിയാൽ ബുദ്ധി നീങ്ങും. ഉറങ്ങിയാൽ ബുദ്ധി നീങ്ങും. അപ്പൊ ഇതിനർത്ഥം എന്താ? നമ്മള് പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മള് പ്രത്യേകിച്ച് ജുമാ നിസ്കാരത്തിൽ, കാരണം എന്താ പറയാ, ജുമാക്ക് വന്നിരുന്ന് ഇരുന്നുറങ്ങുന്ന പല ആളുകളും, പലരും ചാരി ഇരുന്നിട്ടാ ഉറങ്ങാം, ചിലരും എന്താ പറയാ പല രൂപത്തിലാണ് എന്ത് ചെയ്യുക, ഉറങ്ങാം. അങ്ങനെ ഉറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ത്? ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിസ്കരിക്കുന്നതിന് മുമ്പ് വുളു എടുത്തിട്ട് വരണം. ഉറങ്ങാൻ വേണ്ടി ഉറങ്ങല്ല, അങ്ങനെയുള്ള ആളുകൾ വളരെ അപൂർവമാണ്. ഞാൻ പറയുന്നത് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം? വുളു എടുക്കണം. ഉറങ്ങിപ്പോയാൽ തന്നെ വുളു എടുക്കൽ. കാരണം ഉറങ്ങൽ എന്നത് എന്ത് ചെയ്യില്ല, ഉറങ്ങാന്നുള്ളത് വുളുവിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യം. ശ്രദ്ധിക്കണേ, ഉറങ്ങുക എന്നുള്ളത് എന്തല്ല, വുളുവിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യമല്ല. പക്ഷേ ഹദീസിൽ വന്നതുപോലെ അല്ല ഐനു വികാ ഉസ്തഹത്ത്, നമ്മുടെ എന്താ പറയാ പിൻദ്വാരത്തിന്റെ എന്താണ്, അതിന്റെ കെട്ടാണെന്ത്? കണ്ണ്. കണ്ണടഞ്ഞു പോയാൽ ആ കെട്ട് അഴിയുന്ന പാത്രം, കെട്ടിവെച്ചൊരു പാത്രം ഒന്നും പുറത്തു പോകാത്ത പോലെയാണ് എന്ത്, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ. കാരണം കണ്ണ് തുറന്നിരിക്കുക. കണ്ണടഞ്ഞാൽ ആ കെട്ടഴിഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? കെട്ടഴിഞ്ഞാൽ എന്തെങ്കിലും പുറത്തു പോകണം നിർബന്ധമില്ല, പക്ഷെ പുറത്തു പോകാൻ സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഉറങ്ങിയാൽ വുളു എടുക്കണം പറയുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ കണ്ണടഞ്ഞു പോയാലും ഈ കെട്ട് അഴിയാത്തൊരു സാഹചര്യമുണ്ട്. എപ്പോഴാണെന്നറിയോ? ചമ്മറം പടിഞ്ഞിരുന്ന് ഉറങ്ങിയാൽ. പ്രോത്സാഹിപ്പിക്കല്ല കേട്ടോ ഉറങ്ങാൻ. ചമ്മറം പടിഞ്ഞിരുന്ന് ഉറങ്ങിയാൽ എന്താവൂല, കണ്ണ് അടഞ്ഞു പോയാലും എന്താവൂല, ഈ കെട്ട് അഴിയില്ല. എന്ന് വെച്ചിട്ട് നമ്മൾ ശരിക്കും നല്ലോണം ഉറങ്ങിപ്പോയാൽ വുളു എടുത്തോ, അതല്ല പറയുന്നത്. ഇടയ്ക്കൊന്നും നമ്മൾ അറിയാതെ കണ്ണടഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതില്ല, പേടിക്കണ്ട. എങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതെ, ചാരിയൊന്നും അല്ല, എവിടെയും അങ്ങനെയൊന്നുമല്ല, നമ്മൾ ചമ്രം പടിഞ്ഞ് നമ്മുടെ പിൻഭാഗം ശരിക്കും തറയിൽ അമർന്നിരിക്കുന്ന രൂപത്തിൽ ഇരിക്കുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ചെറുതായൊന്ന് കണ്ണടഞ്ഞു പോയാൽ കുഴപ്പമൊന്നുമില്ല, വുളു പോകാൻ സാധ്യത വളരെ കുറവാണ്. അതേസമയം നമ്മൾ ചാരിയൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് ഉറങ്ങുന്നതെങ്കിൽ വളരെ സാധ്യത കൂടുതലാണ്, വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ ചാരി ഇരുന്നിട്ടൊക്കെ കണ്ണടഞ്ഞു പോയാൽ എന്ത് ചെയ്യുക? ഏറ്റവും നല്ലത് വേഗം പോയി വുളു എടുക്കുക. പിന്നെ മൂന്നാമത്തെ വിഷയം ഒട്ടകത്തിന്റെ ഇറച്ചി കഴിക്കാവുന്നതാണ്. ഒട്ടകത്തിന്റെ ഇറച്ചി കഴിക്കുന്നത് എന്ത് ചെയ്യും? വുളു നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്.
നാലാമത്തെ കാര്യം എന്നുള്ളത്, നമ്മൾ നമ്മുടെ ലൈംഗിക അവയവം എന്ത് ചെയ്യുക, മറയില്ലാതെ സ്പർശിക്കാവുന്നത്. മറയില്ലാതെ സ്പർശിക്കാവുന്നത് അത് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ അത് നമ്മൾക്ക് ആ ഒരു എന്താ പറയാ, ആ ശഹവത്തോടുകൂടെ അത്തരം കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സ്പർശിച്ചാലേ ഒതു മുറിയുകയുള്ളൂ എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതല്ല, എങ്ങനെ സ്പർശിച്ചാലും മറയില്ലാതെ സ്പർശിച്ചാൽ ഒതു മുറിയെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അഅലം. ശക്തമായ അഭിപ്രായ വ്യത്യാസം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, അറിയാതെ കൈ തട്ടി പോകുന്നത് എന്താവൂല, ഒന്നും മുറിയില്ല. അത് പലപ്പോഴും എന്താ പറയാ, പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്, എന്താ പറയാ, പ്രത്യേകിച്ച് ഇപ്പൊ ജനാപത്ത് കുളിക്കുന്ന സമയത്തൊക്കെ ആദ്യം ഉളു എടുത്തിട്ട് പിന്നെ കുളിക്കുന്ന സമയത്ത് കൈ ആ ഭാഗത്ത് തട്ടി, അപ്പൊ ഉളു, കൈ തട്ടുന്നതും മനഃപൂർവ്വം സ്പർശിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. തട്ടിപ്പോകുന്നതിലല്ല, ഉളു മുറിയുന്നത് മനഃപൂർവ്വം എന്ത് ചെയ്യുമ്പോഴാണ്, സ്പർശിക്കുമ്പോഴാണ്. അത് ശഹവത്തോടുകൂടിയാണെങ്കിൽ അത് വേറെ വിഷയം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അധിക പണ്ഡിതന്മാരും പറയുന്നത് ശഹവത്തിന്റെ വിഷയത്തിൽ പറയുന്നില്ല, മനഃപൂർവ്വം സ്പർശിക്കുകയാണ് മറിയില്ലാതാണെങ്കിൽ അതെന്ത് ചെയ്യും, ഒതു മുറിയെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. നമ്മൾ ആ രൂപത്തിൽ തന്നെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഇതാണ് ഉളുവിന്റെ വിഷയം. ഇനി കുളി അല്ലെ, വലിയ അശുദ്ധി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, കുളിക്കണം. കുളിയും ഉളുവും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. വെള്ളം എത്തിക്കലാണ് ശരീരത്തിൽ. ആ എത്തിക്കുന്ന അവയവങ്ങൾ, ഉളുവിന് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രത്യേക അവയവങ്ങളുണ്ട്, മുഖം, കൈ, തല, കാല്. പക്ഷെ കുളിക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യണം, ശരീരത്തിന്റെ എല്ലാവിടെയും വെള്ളം എത്തുമ്പോഴാണ് അതിനെന്ത് പറയാ, കുളി എന്ന് പറയാം. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യണം, വെള്ളം എത്താം. കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ മൂന്നെണ്ണാണ്. കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ മൂന്നെണ്ണാണ്. ഒന്നാമത്തേത് മനീയ് ശരീരത്തിൽ നിന്ന് ഒരു ഫോഴ്സിൽ പുറത്തേക്ക് വരാന്നുള്ള ഒരു ആനന്ദം കിട്ടുന്ന രൂപത്തിൽ, ഒരു എന്താ പറയാ, ശക്തിയോടുകൂടെ പുറത്തേക്ക് ശരീരത്തിൽ നിന്ന് മനീ വരിക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇത് ഇങ്ങനെ തന്നെ പറയുന്നത് വെച്ചാൽ, ചില ആളുകൾക്ക് പല രോഗങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു ആനന്ദം കിട്ടാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ശക്തിയില്ലാതെയൊക്കെ എന്ത് ചെയ്യും, മനീ വരാറുണ്ട്. അതൊന്നും എന്ത് ചെയ്യില്ല, കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങളല്ല എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ പറയാം. ഈ രൂപത്തിൽ പുറത്തേക്ക് വന്നാലാണ് എന്ത് ചെയ്യുക, അത് കുളി നിർബന്ധമാക്കുക. അത് നമ്മൾ മനഃപൂർവ്വം വരുത്തുന്നതോ അല്ലെങ്കിൽ ഉറക്കത്തിൽ വരുന്നതോ എങ്ങനെയാണെങ്കിലും മനീ പുറത്തേക്ക്, മനീ എന്ന് പറഞ്ഞാൽ ഏത് ദ്രാവകത്തിൽ നിന്നാണോ മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ ദ്രാവകം. കാരണം എന്താ പറയാ, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദ്രാവകങ്ങൾ ലൈംഗികാവയവത്തിലൂടെ വരുന്നത് മനീ മാത്രമല്ല, മദി വരും, അതുപോലെ തന്നെ വദിയൊക്കെ വരും. മദി എന്ന് പറഞ്ഞാൽ ഈ ലൈംഗികമായ വിചാരങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഏർപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്ന തുടക്കത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്തൊക്കെ ഒരു എന്താ പറയാ, നിറമില്ലാതെ ട്രാൻസ്പെറന്റ് ആയി വരുന്ന ഒരു ദ്രാവകമാണ്. അതിനാണ് മദി എന്ന് പറയുന്നത്. അതല്ല ഇവിടെ പറയുന്നത്. അത് പുറത്തേക്ക് വന്നാൽ എന്താവൂല, കുളി നിർബന്ധമാവൂല. അത് നജിസ് തന്നെയാണ്, അത് കുളി നിർബന്ധമാക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ വദി എന്ന് പറഞ്ഞിട്ടൊരു ദ്രാവകം, അത് ഈ വരിക മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം, മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു എന്താ പറയാ, പല രൂപത്തിൽ, ചിലപ്പോൾ ട്രാൻസ്പെറന്റ് ആയിട്ട് ചിലപ്പോൾ വെളുത്ത നിറത്തിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, അത് ഒരു ദ്രാവകം വരും. അതിനാണ് വദി എന്ന് പറയും. ഇത് രണ്ടും നജസാണ്. പക്ഷെ ഇത് രണ്ടും എന്തല്ല, പുറത്തു വന്നാൽ കുളി നിർബന്ധം. കുളി നിർബന്ധമാവുന്നത് ഈ പറഞ്ഞ മനുഷ്യൻ
എന്തിൽ നിന്നാണ്? മലയാളത്തിൽ ബീജം എന്നൊക്കെ പറയും. അത് പുറത്തേക്ക് ഈ രൂപത്തിൽ ഒരു ശക്തിയോടുകൂടെ അല്ലെങ്കിൽ അതിനോടൊപ്പം ഒരു എന്താ പറയുക, ഒരു ആനന്ദം കിട്ടുന്ന രൂപത്തിൽ അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്താവും? കുളി നിർബന്ധം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാന്നുള്ള. ലൈംഗിക ബന്ധത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി പറയുകയാണെങ്കിൽ പുരുഷന്റെ ലൈംഗികാവയവം സ്ത്രീയുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഒന്ന് മറ്റൊന്നതിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ പ്രവേശിച്ചാൽ എന്തായി? കുളി നിർബന്ധമായി. അവിടെ മനി പുറത്തേക്ക് വന്നാലില്ലെങ്കിലൊക്കെ കണക്കാണ്. ഒന്ന് മറ്റൊന്നതിലേക്ക് പ്രവേശിച്ചാൽ എന്തായി? കുളി. ഹദീസിൽ അങ്ങനെ തന്നെ പറയുന്നത്. ഒന്ന് മറ്റൊന്നതിലേക്ക് പ്രവേശിച്ചാൽ കുളി നിർബന്ധമായി. മനി പുറത്തേക്ക് വന്നാലില്ലെങ്കിലൊക്കെ കുളി നിർബന്ധമാവും. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് പിന്നെ ഹൈലോ നിഫാസോ വരിക. ഹൈലോ നിഫാസോ വരിക. അത് വരുമ്പോഴല്ല കുളി നിർബന്ധമാവുക, അത് കഴിഞ്ഞ് അവസാനിച്ച് കഴിയുമ്പോഴാണ് ആ നിർബന്ധമായ കുളി കുളിക്കേണ്ടത്. കുളിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് രൂപമുണ്ട്. ഒന്ന് സുന്നത്തായ രൂപമുണ്ട്, ഒന്ന് ജായിസായ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് മതിയാവുന്ന രൂപമുണ്ട്. രണ്ടു തരം രൂപമുണ്ട്. നമുക്ക് മതിയാകുന്ന അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട രൂപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ എല്ലാവിടേക്കും വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. എങ്ങനെ എത്തിയാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യുക? ആ നീയത്തോടെ നമ്മൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യണം? ഒരു പുഴയിലെടുത്ത് ചാടുക. അത് ചാടി ഒന്ന് മുങ്ങി എന്ന് പറഞ്ഞാൽ എന്തായി? കുളി കഴിഞ്ഞു. കുളി എന്നുള്ളത് അവിടെ എന്തായി? പൂർണ്ണമായി. പക്ഷെ അനുവദിക്കപ്പെട്ട രൂപം എന്തായി? അവിടെ കഴിഞ്ഞു. ശരീരത്തിൽ എല്ലാവിടേക്കും എന്ത് ചെയ്യുക? വെള്ളം എത്തുക നീയത്തോടുകൂടെ. ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണെന്ത്? മൂക്കും വായും. നമ്മൾ ഇപ്പൊ ഷവറിന്റെ അടിയിലൊക്കെ ഒറ്റ തവണ ഒന്ന് തിരിച്ചൊന്ന് കുളിച്ച് പെട്ടെന്ന് ഓടി വരുമ്പോ ഈ എല്ലാവിടേക്കും വെള്ളം എത്തുക എന്ന് പറയുമ്പോൾ വെള്ളം എത്താതെ പോകുന്ന രണ്ട് സ്ഥലങ്ങളാണ് എന്ത്? മൂക്കും വായും. അത് ശ്രദ്ധിക്കണം. മൂക്കും വായും എന്ത് ചെയ്യണം? അങ്ങനെ കുളിക്കുമ്പോൾ മൂക്കും വായും പ്രത്യേകം വേറെ കഴുകേണ്ടി വരും. അപ്പൊ എന്തായി? കുളി പൂർണ്ണമായി. എന്നാൽ സുന്നത്തായ വേറെ രൂപമുണ്ട്. സുന്നത്തായ പൂർണ്ണമായ രൂപമുണ്ട് കുളിന്റെ. അതെന്താണ്? ഇപ്പോൾ ജനാപത്തുകാരൻ അവന്റെ ആദ്യം ചെയ്യേണ്ടത് ശരീരത്തിൽ ബാധിച്ചിട്ടുള്ള ഈ മനി എന്ത് ചെയ്യുക? അത് ബാധിച്ച സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? ആദ്യം വൃത്തിയാക്കുക. അതുപോലെ തന്നെ ഈ എന്താ പറയുക, അത് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ബാധിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യുക? ആദ്യം വൃത്തിയാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇടത്തേ കൈ കൊണ്ട് വൃത്തി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വലത് കൈ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ മുസാഫഹത്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് വലത് കൈ. ഇടത് കൈ എപ്പോഴും അങ്ങനെ വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് എന്ത് ചെയ്യുക? ഇടത് കൈ ഉപയോഗിക്കുക. അപ്പൊ ഇടത് കൈ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? വൃത്തിയാക്കേണ്ടത്. എന്നിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഈ കൈ കഴുകണം. സുന്നത്താണ്. ഹദീസിന്റെ വിശ്വാസം ചെയ്യാറില്ല. എന്താ? മണ്ണിലടിച്ചിട്ടാണ് എന്ത് ചെയ്യുക? കഴുകുക. മണ്ണില്ലെങ്കിൽ സോപ്പ് എന്താണെങ്കിൽ മതി. എന്നിട്ട് അത് കഴുകിയതിന് ശേഷം എന്ത് ചെയ്യുക? ഇപ്പോ ആ വൃത്തികളൊക്കെ മനിയും മറ്റു കാര്യങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് വൃത്തിയായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ ഒളു എടുക്കുക. സാധാരണ നിസ്കാരത്തിന് ഒളു എടുക്കുന്ന പോലെ ഒളു എടുക്കുക. അങ്ങനെ ഒളു എടുത്ത് ഒളുവിന് ശേഷം, ഒളു പൂർത്തിയായതിനു ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തലയിലേക്ക്, ആദ്യം ഹദീസിലുള്ളത് ഒരു ഭാഗം വലതുഭാഗത്ത് ആദ്യം വലതുഭാഗം കഴുകി, തലയിലെ വെള്ളം ഒഴിച്ച് വലതുഭാഗം കഴുകി, പിന്നെ ഇടതുഭാഗം കഴുകി, പിന്നെ മൊത്തം ഒരു തവണ എന്ത് ചെയ്യുക? വെള്ളം ഒഴിക്കുക. ഇങ്ങനെ ചെയ്യലാണ് എന്ത്? ഏറ്റവും പൂർണ്ണമായ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായ രൂപം ഇങ്ങനെയാണ്. അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിയാൽ അതും മതിയാകുന്നതാണ്. ഇനി
നിസ്കാരത്തിലേക്ക് കടക്കാം അല്ലേ? ഇങ്ങനെ ശുദ്ധിയായി, വലിയ അശുദ്ധിയാണെങ്കിൽ കുളിച്ചു, ചെറിയ അശുദ്ധിയാണെങ്കിൽ വുളൂ ചെയ്തു. ശുദ്ധിയായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഈ നിസ്കാരത്തിന്റെ വിഷയം, നിസ്കാരത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതിന്റെ ഷുറൂത്തുകളാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഷുറൂത്തുകൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. അതെല്ലാത്തിലും ബാധകമായ ഷുറൂത്തുകൾ ഏതൊക്കെ? ഇസ്ലാമും അതുപോലെ തന്നെ അഖ്ല്, സ്ഥിരബുദ്ധി, അതുപോലെ തമീസ്, ഇതെല്ലാത്തിലും എല്ലാത്തിലും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ഒരു ദീനിന്റെ ഒരു വിധി ബാധകമാവുന്നത് ഈ 3 നിബന്ധനകൾ ഒത്തുവരുമ്പോഴാണ്. മുക്കല്ലഫ് എന്ന് പറയും. ഒരാൾ മുക്കല്ലഫ് ആവുമ്പോഴാണ് അവനതൊക്കെ ബാധകമാവും, ദീനിന്റെ വിധിവരെ. അങ്ങനെ മുക്കല്ലഫ് ആവുന്നത് ഈ നിബന്ധനകൾ ഒത്തുവരുമ്പോഴാണ്. പിന്നെ 4ാമത്തെ നിബന്ധന നമ്മൾ പറഞ്ഞു, അശുദ്ധി ഉയർത്തുക എന്നുള്ളത്. അത് ചെറിയ അശുദ്ധിയാണെങ്കിൽ വുളൂയിലൂടെ, വലിയ അശുദ്ധിയാണെങ്കിൽ കുളിയിലൂടെ. 5ാമത്തെ നിബന്ധന അത് നജസ് നീക്കം ചെയ്യാനുള്ളത്. നജസായിട്ടുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യാം. എന്നുവെച്ചാൽ നിസ്കരിക്കുന്ന സ്ഥലത്തോ നിസ്കരിക്കുന്നവന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും നജസ് ഉണ്ടാവാൻ പാടില്ല. നജസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മലമൂത്ര വിസർജനങ്ങളൊക്കെയാണ് അതിൽ ഏറ്റവും ആദ്യം വരിക. ഇത് എല്ലാത്തിന്റെയും വിസർജ്യങ്ങൾ എന്താ? നജസാണ്. ഏതിന്റെ ഒഴിച്ച്? നമ്മൾ ഭക്ഷിക്കുന്നതിന്റെ ഒഴിച്ച്. ഭക്ഷിക്കുന്ന, നമുക്ക് ഹലാലാക്കി തന്ന ഭക്ഷണം ഭക്ഷിക്കാൻ അനുവദിച്ചു തന്ന മൃഗങ്ങളുണ്ടല്ലോ, അതിന്റെ മൂത്രവും കാഷ്ടവും എന്തല്ല? നജസല്ല. ബാക്കി എല്ലാത്തിനും നജസാണ്. ബാക്കി എല്ലാത്തിന്റെയും വിസർജ്യങ്ങൾ നജസാണ്. അതാണ് പ്രധാനമായിട്ട് നജസിൽ വരിക. പിന്നെ അതിൽ വരുന്നൊരു വിഷയമാണ് എന്ത്? നജസില് പാല് മാത്രം കുടിക്കുന്ന ആൺകുട്ടി, മുലപ്പാൽ മാത്രം കുടിക്കുന്ന പ്രായത്തിലുള്ള ആൺകുട്ടി, ആ ആൺകുട്ടിയുടെ മൂത്രം ആയിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്താൽ മതി? കഴുകണമെന്നില്ല. ബാക്കിയുള്ളതൊക്കെയാണ് എന്ത് ചെയ്യണം? അത് നജസ് നീങ്ങുന്നവരെ കഴുകി കളയണം. പക്ഷെ ആ ആൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെള്ളം തളിച്ചാൽ മതി. മൂത്രമായ സ്ഥലത്ത് വെള്ളം നമ്മൾ കയ്യിലാക്കുന്നിട്ട് എന്ത് ചെയ്യുക? വെള്ളം തളിച്ചു കൊടുക്കുക. അത് മതി. അത് നജസല്ലാത്തത് കൊണ്ടല്ല, അതിൽ ഇളവുള്ളത് കൊണ്ടാണ്. അതാണ് നജസിൽ ശ്രദ്ധിക്കുക. നജസ് പറഞ്ഞു 3 കാര്യങ്ങളാണ്. നിസ്കരിക്കുന്ന ആളുടെ എന്ത് ചെയ്യാൻ പാടില്ല? അയാളുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല, വസ്ത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല, നിസ്കരിക്കുന്ന സ്ഥലത്തും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഉള്ളത് 6ാമത്തെ നിബന്ധന ഔറത്ത് മറഞ്ഞിരിക്കാനുള്ള. ഔറത്ത് മറയാന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പൊതുവെ നിസ്കാരത്തിന് പുറത്തൊരു ഔറത്തും ഉള്ളിലൊരു വേറൊരു ഔറത്താണ്. രണ്ടും രണ്ടാണ്. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം. നിസ്കരിക്കാൻ വേണ്ട ഒരു ഔറത്ത് അതൊന്നും, പുറത്തുള്ളത് വേറൊന്നുമാണ്. മനസ്സിലായോ? ഇപ്പൊ സ്ത്രീകളെ പറ്റി ഹദീസിൽ എന്താണെന്ന് പഠിപ്പിച്ചെന്താ? അൽമാർഅത്തു ഔറ, സ്ത്രീ തന്നെ ഔറത്താണ് പഠിപ്പിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം? മൊത്തം മറഞ്ഞിരിക്കണം. സ്ത്രീയുടെ പൊതുവെയുള്ള അവസ്ഥ ഏതാണ്? നിസ്കാരത്തിൽ എന്താ പഠിപ്പിച്ചെന്ന്? മുഖവും മുൻകൈയും മറയാതെ നിസ്കരിക്കാൻ പഠിപ്പിച്ചു. രണ്ടാ. അതുപോലെ തന്നെ പുരുഷന്റെ നിസ്കാരത്തിന് പുറത്തുള്ള ഔറത്ത് എന്താ? ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് മുട്ടുപൊക്കളിന് ഇടയിലുള്ള ഭാഗം. അല്ലാഹു അലം, ഖിലാഫുള്ള വിഷയം. നമ്മള് നിസ്കാരത്തിന്റെ ഉള്ളിലാണെങ്കിലോ, നിസ്കാരത്തിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് പല പണ്ഡിതന്മാരും വാജിബാണെന്ന് പോലും പറയുന്ന കാര്യമാണ് എന്ത്? ഈ തോളെല്ലുകൾ രണ്ടും എന്ത് ചെയ്യണം? മറഞ്ഞിരിക്കണം. 2 തോളെല്ലുകൾ എന്ത് ചെയ്യണം? മറഞ്ഞിരിക്കണം എന്നുള്ളത്. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട്. അത് നിർബന്ധമല്ല എന്നുള്ളത്. എന്നാലും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ത്?
നിസ്കാരത്തിൽ തോളല് മറയ്ക്കാമെന്നത്. തോളല് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കൈയില്ലാത്ത ബനിയനിട്ടാൽ എന്താവൂല, തോളല് മറയില്ല. അതുപോലെ തന്നെ തോർത്ത് നമ്മളിങ്ങനെ ചുരുട്ടിയിട്ടിട്ടാൽ, തോളിക്കൊളിട്ടാലും തോളല് മറയില്ല. തോളല് മറയണമെങ്കിൽ വിരിച്ചിടണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ കൈയുള്ള ബനിയനിടണം. അത് എന്താ പറയാ, പല പണ്ഡിതന്മാരും വാജിബാണെന്ന് പറയുന്നതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കേണ്ട വിഷയം, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും. പിന്നെ എന്താ പറയാ, ഔറത്ത് നമ്മളിപ്പോ പല ആളുകളോടും മുട്ട് തൊട്ട് പൊക്കിള് വരെ മറച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും നമുക്ക് പള്ളിയിലൊക്കെ കാണാം. പല അറബികളും ട്രൗസറൊക്കെ ഇട്ടിട്ട് പള്ളി നിസ്കരിക്കാൻ വരുന്നത് കാണാം. ട്രൗസറല്ല, 3/4 ബർമൂഡയൊക്കെ ഇട്ടിട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് തെറ്റാണ്, ഹറാമാണെന്നല്ല. പക്ഷെ നമ്മള് എന്താ പറയാ, അള്ളാഹ് പറഞ്ഞ പോലെ ഖുദൂ ദീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, ഓരോ മസ്ജിദിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കുള്ള അലങ്കാരം നിങ്ങൾ സ്വീകരിക്കാൻ പഠിപ്പിച്ചു. നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ അണിഞ്ഞൊരുങ്ങി പോകേണ്ടത്, നിൽക്കേണ്ടത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കേണ്ട വിഷയം. ഔറത്ത് മറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. പക്ഷെ നമ്മൾ ഔറത്ത് മറക്കുന്നതിനോടൊപ്പം ഏറ്റവും നല്ല രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഷർത്തല്ല കേട്ടോ, ഷർത്തായിട്ട് പറയില്ല, സാന്ദർഭികമായിട്ട് ഷർത്ത് എന്താ, ഔറത്ത് മറഞ്ഞിരിക്കാനുള്ള, ഔറത്ത് മറഞ്ഞിരിക്കാനുള്ള. ഏഴാമത്തത് സമയം ആവുക എന്നുള്ളതാണ്. സമയം, ആ സമയത്ത് നിസ്കരിക്കണം. സുബ്ഹിക്കൊരു സമയമുണ്ട്, ആ സമയത്തിൽ അത് പ്രവേശിച്ചാലാണ് നമ്മൾ സുബ്ഹി നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ. രാത്രി കടന്നുറങ്ങുമ്പോൾ ഇന്നിപ്പോ സുബ്ഹിക്ക് എഴുന്നേക്കാൻ പറ്റും തോന്നണില്ല, ഇപ്പൊ തന്നെ നിസ്കരിച്ചിട്ട് കിടക്കാൻ വേണ്ടി നിസ്കരിച്ചിട്ട് കിടന്നിട്ട് കാര്യമില്ല. ആ സമയം ആകുമ്പോൾ നിസ്കരിച്ചിട്ടേ കാര്യം, സമയം ആകുമ്പോൾ നിസ്കരിച്ചിട്ടേ കാര്യമുള്ളൂ. ഓരോന്നിനും അതിന്റെ സമയമുണ്ട്. സുബ്ഹിന്റെ സമയം ഫജ്ർ ഉദിക്കാന്ന് പറയും. അപ്പൊ മുതലാണ് എന്ത് ചെയ്യുക, സുബ്ഹിന്റെ സമയം ആരംഭിക്കും. ളുഹറിന്റെ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ തലയ്ക്ക് മുകളിലായി അവിടെ നിന്ന് ഒരു കുറച്ചൊന്ന് തെറ്റുന്നത് വരെ ഒരു നിഴലിന്റെ കണക്കൊക്കെ ഉണ്ട്. പിന്നെ അസറിനാണെങ്കിൽ ളുഹറിന് ആ തലയ്ക്ക് മുകളിൽ തെറ്റിയിട്ട് ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ അത്ര ആകുന്നവരെ ആണ് ളുഹറിന്റെ. പിന്നെ അസറിന്റെ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ നിഴൽ അതിന് 2 ഇരട്ടി ആകുന്നത്. ഇങ്ങനെ ഓരോ കണക്കുകളുണ്ട് ഹദീസിൽ കൃത്യമായിട്ട്. ഈ കണക്കുകൾ ഇന്നിപ്പോ ആരും അത് നോക്കലുമില്ല, ആർക്കും അറിയില്ല. കാരണം എന്താ, എല്ലാവർക്കും ആപ്ലിക്കേഷനുകളിൽ മൊബൈൽ എത്രയാണ് കൃത്യം സമയമൊക്കെ എല്ലാം കൃത്യമായിട്ട് അറിയാം. പിന്നെന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ ആപ്ലിക്കേഷനിലുള്ള സമയങ്ങളൊക്കെ പരമാവധി കുറ്റമറ്റതാവുന്നതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യേണ്ടതില്ല, ഈ കാലഘട്ടത്തിൽ അത് പഠിക്കേണ്ട നിർബന്ധാവസ്ഥ ഒന്നുമില്ല. സൂര്യൻ നോക്കി നിഴലിന്റെ അളവൊക്കെ നോക്കി അങ്ങനെ കൃത്യമായി പഠിക്കേണ്ട നിർബന്ധാവസ്ഥ നമുക്ക് വരുന്നില്ല, ഉറൂറത്ത് നമുക്ക് വരുന്നില്ല. കാരണം പരമാവധി കുറ്റമറ്റ രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്. അതിൽ നല്ല എന്താ പറയാ ആപ്പുകളൊക്കെ ആണെങ്കിൽ, അറിയപ്പെട്ട ആപ്പുകളൊക്കെ ആണെങ്കിൽ അതിൽ പരമാവധി സെറ്റിങ്സ്, ലൊക്കേഷനൊക്കെ ശരിയായ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പരമാവധി കുറ്റമറ്റ സമയം തന്നെ നമുക്ക് ലഭിക്കുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് വലിയ പ്രയാസമില്ല ആ വിഷയത്തിൽ. പിന്നെ കിബിലയ്ക്ക് നേരെ തിരിയാനുള്ള 8ാമത്തെ വിഷയം. കിബിലയെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. എവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഡയറക്ഷൻ കിബിലയിലേക്കായിരിക്കും. അതിനും ഇന്ന് ഈ പറഞ്ഞ പോലെ സംവിധാനങ്ങൾ ഉണ്ട്. എവിടെ നിന്നാലും ഏത് ഭാഗത്ത് പോയാലും കിബില എങ്ങോട്ടാണെന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിബില തിരിച്ചറിയുകയും കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കുകയും ചെയ്യണം. 9ാമത്തെ നീയത്ത്. നമ്മൾ ഈ നീയത്തും ഈ നേരത്തെ പറഞ്ഞ 3 അതെല്ലാ പ്രവർത്തനങ്ങളും വരുന്നതാണ്, എല്ലാ പ്രവർത്തനങ്ങളും വരുന്നതാണ്. പിന്നെ നിസ്കാരത്തിന്റെ അർക്കാനുകളും
വാജിബാത്തുകളൊക്കെയാണ് ഇനി പറയാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞാൽ തീരൂല. അതൊന്നും എന്ത് ചെയ്യണം, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. ഇത്രയും പറഞ്ഞത് വ്യക്തമല്ല, സംശയമൊന്നുമില്ലല്ലോ? പാലൊന്നും കുറവില്ല, ഇറച്ചിക്ക് മാത്രമാണ് ഹദീസിൽ വന്നത്. അത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് നജിസല്ലാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് നജിസല്ലാണ്, താഹിറാണെന്ന പറയും. ശുദ്ധി, അത് നജിസല്ലാത്താണെന്ന പറയും. അത് അതൊക്കെ നജിസാണ്. ശ്രദ്ധിക്കണം, ഞാൻ പറയാൻ വിട്ടുപോയി, നല്ലൊരു ചോദ്യമാണ്. നമ്മളിപ്പോൾ ഒതു എടുത്തു, ശ്രദ്ധിക്കണേ, ഒതു എടുത്ത് നമ്മൾ വന്നു, കുട്ടിനെ എടുത്തു, പെൺകുട്ടിയാണ്, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടി. ഒതു എടുത്തു, നമ്മൾ വന്നിരുന്നു, നമ്മുടെ മടിയിലും കുട്ടിനെ ഇരുത്തി, മോളെ ഇരുത്തി, മോൾ മൂത്രമൊഴിച്ചു, മടിയിൽ മൂത്രമൊഴിച്ചു, കാല് തൊടയിലും ആയി, വസ്ത്രത്തിലൊക്കെ ആയി. ഈ നമ്മൾ എന്ത് ചെയ്തു, ആ ഭാഗം വസ്ത്രം മാറ്റി അല്ലെങ്കിൽ ആ ഭാഗം കഴുകി, തൊടയും എന്ത് ചെയ്തു, ആയ ഭാഗത്ത് നമ്മൾ ശരിക്കും കഴുകി, നജസ് പോകുന്ന രൂപത്തിൽ നന്നായി കഴുകി. പിന്നെ നമ്മൾ ഒതു എടുക്കേണ്ടതുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒതു പോകുന്ന കാര്യങ്ങൾ എത്രയേ ഉള്ളൂ? 4 എണ്ണേ ഉള്ളൂ. അതിൽ പെട്ടതല്ലാത്തൊന്നും എന്ത് ചെയ്യില്ല, ഒതു പോവില്ല. നജസ് ആയാൽ എന്ത് ചെയ്താൽ മതി, അത് കഴുകി കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ അത് അവിടെ നീങ്ങിപ്പോകുന്ന രൂപത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി. നജസ് നീങ്ങിപ്പോയാൽ ആ ഭാഗം വൃത്തിയായി. നജസ് ആയിക്കഴിഞ്ഞാൽ എന്താ, ഒരു ഒതു പോവില്ല. നജസ് ആയിക്കഴിഞ്ഞാൽ ഒതു പോവില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ ഈ മനി പുറത്തേക്ക് വരുന്നത്, മനി നജസല്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് പുറത്തു വന്നാലും എന്താവും, വുളു മുറിയും. പക്ഷെ മനീന്റെ വിഷയത്തിൽ മനി നജസാണ് എന്നുള്ളത് കൊണ്ടല്ല എന്ത് ചെയ്യുന്നത്, കുളി നിർബന്ധമാണ്. അത് മനി ആയതുകൊണ്ട്. മനി അല്ലാത്ത ബാക്കി എന്തു വന്നാലും എന്തായി, വുളു നിർബന്ധമായി. ഇനി മനിയാണ് പുറത്തു വരുന്നെങ്കിൽ എന്തായി, കുളി നിർബന്ധം. അവിടെ നജസിന്റെ വിഷയം അവിടെ എന്ത് ചെയ്യുന്നില്ല, അതിനെ ബാധിക്കുന്നില്ല. ഹംബലി മദ്ഹബിൽ വാജിബാണ്, നിർബന്ധമാണ്. എന്നുവെച്ചാൽ ഓർമ്മ ഉണ്ടെങ്കിൽ ചൊല്ലണം എന്നാണ്. ഓർമ്മ ഉണ്ടായിട്ട് ചൊല്ലിന് നോമ്പ് ഒന്നും ശരിയാവില്ല. ഓർമ്മ ഉണ്ടായിട്ട് ആരും ചൊല്ലാതിരിക്കൂല, വേറെ വിഷയം. എന്നിട്ട് മറന്നിട്ട് ചൊല്ലാതിരുന്നതിന് പ്രശ്നമില്ല. അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു ചെയ്യാറുണ്ടായിരുന്നു. അത് നനവോടുള്ള സമയത്താണെങ്കിൽ കഴുകിക്കളയും, ഉണങ്ങിക്കഴിഞ്ഞാൽ ചുരണ്ടി കളയുന്ന. ഇല്ലില്ല, അത് ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ ചുരണ്ടിക്കളഞ്ഞ അല്ലെങ്കിൽ ആ കഴുകിക്കളഞ്ഞ അതേ വസ്ത്രം കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിസ്കരിക്കാൻ പോവാ എന്ന് ആയിഷ റളിയല്ലാഹു പറയുന്നു. കാരണം അന്ന് പിന്നെ വസ്ത്രങ്ങൾ കുറവാണ്. മാത്രല്ല, വസ്ത്രം കുറവാണെങ്കിൽ നജസായി നിസ്കരിക്കാൻ പറ്റില്ല. നജസ് അല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തത്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നജസാണ്ട കുഴപ്പമില്ല. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടാലാണ് പ്രശ്നം. നിസ്കാരം കഴിഞ്ഞിട്ടാണ് നജസുള്ളത് അറിയുന്നെങ്കിൽ പ്രശ്നമില്ല, മാറ്റി നിസ്കരിക്കേണ്ടതില്ല. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നജസാണെങ്കിൽ നമുക്ക് നിസ്കാരം മുറിക്കാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരവസ്ഥയാണെങ്കിൽ ഒഴിവാക്കണം. ഉദാഹരണത്തിന് എന്താ പറയാ, നമ്മൾ പോക്കറ്റിൽ എന്തെങ്കിലും
കർച്ചീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിസ്കാരം നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, അത് അവിടെ നിന്ന് ഓർമ്മ വരുമ്പോൾ കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ മാറ്റി നീക്കി വെച്ചാൽ മതി. പക്ഷെ നമുക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിസ്കാരം ഒഴിവാക്കാതെ മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ വേറെ നിവൃത്തിയൊന്നുമില്ല. നമ്മൾ സൗബിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. പക്ഷെ ഈ ഒതു ശ്രദ്ധിക്കേണ്ടത്, ഒതു എടുത്തിട്ടില്ല നിസ്കരിച്ചതിന്റെ ഓർമ്മ വരുന്നെങ്കിലോ, രണ്ടും വ്യത്യാസമുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം. നജിസായി എന്ന് നമ്മൾക്ക് ഓർമ്മയില്ലാണ്ട് നമ്മൾ എന്ത് ചെയ്തു, നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ അറിയുന്നത് നജിസുണ്ടെന്നാണെങ്കിൽ കുഴപ്പമില്ല, അത് നിസ്കാരം മാറ്റി നിസ്കരിക്കും. പക്ഷെ ഒതു എടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഓർമ്മ വരുന്നെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും മടക്കി നിസ്കരിക്കണം. അത് തമ്മിൽ വ്യത്യാസം ശ്രദ്ധിക്കണം, മാറിപ്പോയി. കുളിച്ച് വെള്ളം മേലെത്തിയാലും കുളിയായി. നീയത്ത് നോക്കണം, ചോദിക്കണം. അപ്പോ എങ്ങനെ തൈമും ചെയ്താൽ മതി. സാധാരണ നിസ്കരിക്കാൻ തൈമും ചെയ്യില്ല. അതായത് മണ്ണുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, ഇങ്ങനെ അടിക്കുക, ഒരു തവണ അടിക്കുക, എന്നിട്ട് ആദ്യം എന്ത് ചെയ്യുക, മുഖം തടവുക, പിന്നെ കൈ തടവുക, കഴിഞ്ഞു. ഉളൂവിനെ നമ്മൾ എങ്ങനെ തൈമും ചെയ്യുക, അതുപോലെ തന്നെയാണ് എന്ത് കുളിയുടെ തൈമം. എങ്ങനെ മനസ്സിലായില്ല? വലിയ അശുദ്ധിക്കും തൈമും, അതായത് പറ്റാത്ത, നമുക്ക് ഒതുവെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തൈമും ചെയ്യുന്ന പോലെ തന്നെയാണ് എന്ത് കുളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും തൈമും ചെയ്യും. മുൻകൈയും മുഖവും മറയ്ക്കാതെ നിസ്കരിക്കേണ്ടത് അന്യപുരുഷന്മാരില്ലാത്തപ്പോഴാണ്. അന്യപുരുഷന്മാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മറച്ചിട്ട് തന്നെ നിസ്കരിക്കണം. ചെയ്യല്ല, ഇഹ്റാമിൽ പ്രവേശിച്ചാല് നിക്കാബ് ധരിക്കാൻ പാടില്ല. നിക്കാബ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് തലമക്കനിന്റെ മുഖത്ത് നമ്മളിങ്ങനെ കെട്ടിയിടൂലേ, തലയില് മുഖം മറയാൻ വേണ്ടിയിട്ടൊരു വസ്ത്രം, അതിന് നിക്കാബ് എന്ന് പറയാം. ഈ വസ്ത്രം ധരിക്കാൻ പാടില്ല ഇഹ്റാമിൽ പ്രവേശിച്ചാൽ. അപ്പൊ അന്യപുരുഷന്മാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തലമക്കന താഴ്ത്തിയിടണം. നിർബന്ധമായ മനസ്സിലായില്ല. ഉളൂവിന്റെ സമയത്ത് വേണോ, അത് നിർബന്ധമാണ്. എന്നിട്ടും നിർബന്ധമായതൊക്കെ എന്തും വുദൂവിനാണ് നിർബന്ധമായ രൂപം കുളി വുദൂ വരുന്നത്, മനസ്സിലായില്ല. അതെ അതെ.
അല്ല, ആദ്യം നിർബന്ധമായിട്ടുള്ള രൂപത്തിൽ ആദ്യം മുഖവും മൂക്കും വായാണ് ആദ്യം കഴുകുക. അതിനുശേഷം മുഖം കഴുകും, പിന്നെ കൈ, പിന്നെ തല. ആദ്യം മുഖത്തില് ആദ്യം എന്ത് ചെയ്യും? മൂക്കും വായും വരും. അല്ലല്ല, ആദ്യം മൂക്കും വായും. നിർബന്ധമില്ലാത്ത കുളിയില്ലേ, സാധാരണ നമ്മൾ കുളിക്കുന്നത്, കുളിച്ചു നിൽക്കും, പക്ഷെ വൈദ്യുതങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കുളിച്ചിട്ട് വെള്ളം ഒഴിച്ചു അതുകൊണ്ട് ഒന്നും എടുക്കണ്ട, മതിയാ, അത് മതി. നിർബന്ധമില്ലാത്ത കുളിച്ചു ആ മുഖം മതി. അപ്പോ അടുത്ത ആഴ്ച എന്ത് ചെയ്യാം? അർക്കാനുകളും എങ്ങനെ എന്തുകൊണ്ടാണോ? അത് ഹദീസിൽ അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. പാലൊന്നും പ്രശ്നമില്ല. എന്തോ ഒട്ടകത്തിന്റെ ഇറച്ചിയോ? അല്ലല്ല, ഒട്ടകത്തിന്റെ ഇറച്ചി ഇല്ലില്ല, നിസ്കരിക്കാൻ പാടില്ല. ആ അല്ല, ചെവി ഒരു തവണ പുറം മാത്രം. ഇൻഷാല്ലാ. അപ്പോ അടുത്ത ആഴ്ച എന്ത് ചെയ്യാം? അർക്കാനുകളും വാജിബാത്തും ഇൻഷാല്ലാ അടുത്ത ആഴ്ച സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പരമാവധി പ്രവർത്തിയാക്കാനും ഓരോരുത്തരും സഹായിക്കുമാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.